വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ച അവതാരകൻ്റെ നിലപാട് BBC തിരുത്തി. തങ്ങളുടെ സ്റ്റാഫ് ആ വാക്കുപയോഗിച്ച് തെറ്റാണെന്ന് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് കംപ്ലയിൻസ് യൂണിറ്റ് പറയുന്നു. കൃത്യതയ്ക്കും നിഷ്പക്ഷതയ്ക്കും വേണ്ടി BBC സംഘടനകളെ ഭീകര എന്ന മുദ്രചാർത്തി അഭിസംബോധന ചെയ്യാറില്ലെന്നും BBC അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞു. ജൂൺ 15 നടന്ന വാർത്താ പ്രക്ഷേപണത്തിനിടയിലാണ് അവതാരകൻ ഹമാസിനെ ഒരു ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ചത്. ഇത് BBCയുടെ എഡിറ്റോറിയൽ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് കമ്പനി പറഞ്ഞു. ന്യൂസ് മാനേജ്മെൻറ്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് എക്സിക്യൂട്ടീവ് കംപ്ലയിൻസ് യൂണിറ്റ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഏകപക്ഷീയമായി ഭീകര സംഘങ്ങൾ എന്ന് മുദ്രകുത്തുന്നതിന് പകരം മറ്റുള്ളവർ അല്ലെങ്കിൽ മൂന്നാം കക്ഷികൾ എന്നിങ്ങനെയാണ് വിളിക്കാറുള്ളതെന്നും BBC പറയുന്നു. ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം BBCക്ക് നേരെ ഉയർന്നിരുന്നു. ആ പദം ഉപയോഗിച്ച് അവതാരകൻ്റെ പേര് വെളിപ്പെടുത്താൻ BBC ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ BBCയുടെ ഈ നിലപാട് കാരണം ഹമാസിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില ചർച്ചകൾ നടക്കുകയാണ്. അതേസമയം ഹമാസ് നേതാക്കളെ തീർക്കാൻ വേണ്ടി ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലോകത്തുടനീളം പ്രതിഷേധം കനക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിന് UN സുരക്ഷാ കൗൺസിലിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് UAE രംഗത്ത് വന്നു.